ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 7 ജ്ഞാനവിജ്ഞാനയോഗം. ശ്ലോകം 20. കാമൈസ്തൈസ്ത്യൈർഹൃതജ്ഞാനാഃ പ്രപദ്യന്തേന്യദേവതാഃ തം തം നിയമമാസ്ഥായ പ്രകൃത്യാ നിയതാഃ സ്വയാ. വിവർത്തനം. ഭൗതികാഭിലാഷങ്ങളാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവർ ദേവന്മാരെ ശരണം പ്രാപിക്കുന്നു. പ്രത്യേക നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് അവർ സ്വപ്രകൃതിയാൽ ദേവന്മാരെ ആരാധിക്കുന്നു. ഭാവാർത്ഥം: ഭൗതികതാ മാലിന്യങ്ങളിൽ നിന്ന് മുക്തരായവർ പരമപുരുഷനെ അഥവാ കൃഷ്ണനെ ശരണം പ്രാപിച്ച് ഭക്തിയുത സേവനത്തിലേർപ്പെടുന്നു. ഭൗതികതാ മാലിന്യങ്ങൾ പരിപൂർണമായി തുടച്ചു മാറ്റാത്തിടത്തോളം കാലം അവർ സ്വാഭാവികമായും ഭക്തരല്ല. ഭൗതിക അഭിലാഷങ്ങൾ ഉണ്ടെങ്കിലും പരമപുരുഷനെ ശരണം പ്രാപിക്കുന്നവരെ ബാഹ്യപ്രകൃതിയായ മായ അത്രത്തോളം ആകർഷിക്കുന്നില്ല. ശരിയായ ലക്ഷ്യത്തെ പ്രാപിക്കുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് ഭൗതികമായ കാമങ്ങളിൽ നിന്ന് മോചിതരാകുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞതനുസരിച്ച് ഭൗതിക അഭിലാഷങ്ങളില്ലാത്ത ശുദ്ധഭക്തനും നിരവധി ഭൗതിക ആഗ്രഹങ്ങളുള്ളവനും ഭൗതികതയിൽ നിന്ന് രക്ഷ നേടുവാൻ ആഗ്രഹിക്കുന്നവനും എല്ലാം വാസുദേവനെ തന്നെ ശരണം പ്രാപിച്ച് ആരാധിക്കണം. അകാമഃ സർവകാമോ വാ മോക്ഷകാമ ഉദാരതീഹി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. ഭാഗവതം 2:3-10. ആധ്യാത്മിക ബോധം നഷ്ടപ്പെട്ട ബുദ്ധിഹീനന്മാർ ഭൗതിക വാഞ്ചകളുടെ ക്ഷണിക സാഫല്യത്തിനു വേണ്ടി ദേവന്മാരെ ആശ്രയിക്കുന്നു. പ്രായേണ അത്തരക്കാർ അധമഗുണങ്ങളായ രജസ് തമസുകളിൽ വർത്തിക്കുകയാൽ ശ്രീകൃഷ്ണ ഭഗവാനെ സമീപിക്കാറില്ല. വിവിധ ദേവതകളെ വ്യത്യസ്തങ്ങളായ പൂജാവിധികളനുസരിച്ച് ഭജിക്കുന്നത് കൊണ്ട് അവർ തൃപ്തിപ്പെടുന്നു. നിസാരങ്ങളായ അഭിലാഷങ്ങളാൽ പ്രേരിപ്പിക്കപ്പെടുന്ന ഇവർക്ക് പരമലക്ഷ്യം പോകേണ്ടതെങ്ങനെയെന്ന് അറിയില്ല. ഭഗവത് ഭക്തനാകട്ടെ വഴിപിഴക്കില്ല. ഓരോരോ ആഗ്രഹങ്ങൾ നിറവേറ്റാനായി ഓരോരോ ദേവന്മാരെ ആരാധിക്കണമെന്ന് വൈദിക സാഹിത്യം വിധിച്ചിട്ടുണ്ട്. രോഗശാന്തിക്ക് സൂര്യാരാധന ചെയ്യുന്നത് ഒരു ഉദാഹരണമാണ്. അങ്ങനെ ഭഗവത് ഭക്തരല്ലാത്തവർ തങ്ങളുടെ അഭിലാഷ നിർവഹണത്തിന് കൂടുതൽ ഉതകുന്നത് ദേവാരാധനയാണെന്ന് കരുതിപ്പോരുന്നു. പക്ഷേ ശുദ്ധഭക്തർക്കറിയാം കൃഷ്ണൻ എല്ലാവരുടെയും പ്രഭുവാണെന്ന്. ഏകലേ ഈശ്വര കൃഷ്ണ ആരസഭ ഭൃത്യ എന്ന് ചൈതന്യ ചരിതാമൃതം ആദി 5:142. ഭഗവാൻ കൃഷ്ണനാണ് സർവേശ്വരൻ, മറ്റുള്ളവരെല്ലാം ഭൃത്യന്മാരും. ഒരു ശുദ്ധഭക്തൻ തൻ്റെ അഭിലാഷ പൂർത്തിക്ക് വേണ്ടി ഒരിക്കലും ദേവന്മാരെ സമീപിക്കാറില്ല. അയാൾ ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുന്നു. അദ്ദേഹം എന്ത് നൽകുന്നുവോ അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.